പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നു. ആലപ്പുഴയിൽ ബാരിക്കേഡിന് മുകളിലാണ് പ്രവർത്തകർ കയറി നിൽക്കുന്നത്. പ്രതിഷേധം തുടരുകയാണ്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ബാരിക്കേഡ് മറികടക്കാൻ യുവതികൾ പോലും ശ്രമിക്കുന്നു. വിദ്യാർത്ഥികൾ കനത്ത സമരം. ഒരേ ഒരു ആവശ്യം. റോഷി, അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഒപ്പം തന്നെ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ഈ നിവേദനങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുക, രാജ്യത്തെമ്പാടും CBSE പരീക്ഷ അടക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആകെ അട്ടിമറിച്ചതെല്ലാം കുളമായി. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് 2 തവണ പരീക്ഷ നടത്തേണ്ടി വന്നു. 23 വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അങ്ങനെ രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ വലിയ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭം നടക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴിതാ ആലപ്പുഴയിൽ നടക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കുള്ള മാർച്ചാണ്. SFIയുടെ മാർച്ചാണ്. ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് ഇപ്പോഴിതാ വനിതാ SFI പ്രവർത്തകരടക്കം ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അകത്തേക്ക് എത്തുകയാണ്. ഇപ്പോഴിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് വിദ്യാർത്ഥികൾ ആസാദി മുദ്രാവാക്യവും മുഴക്കുന്നുണ്ട്. അങ്ങനെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അല്ലാത്ത പ്രവർത്തകർ അപ്പുറത്തുണ്ട്. എന്നിട്ടെങ്കിലും അരമണിക്കൂറായി മാർച്ചുണ്ട്. 300-400 വിദ്യാർത്ഥികളടക്കം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. മനീഷ്, നിരവധി വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ഈ മാർച്ചിൽ തികച്ചും ഇതാണ്. ഞങ്ങളെ ആക്രമിക്കുന്നുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഞങ്ങളുടെ SFIയുടെ ജില്ലാ നേതാവിനെ ചെവിക്കലടിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അതിനിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പോയിരിക്കുന്നത്. ശരിക്കും ഞങ്ങളെ ശരിക്കും വേട്ടയാടുകയാണ് പോലീസ് ഇത്തരത്തിൽ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. രാജ്യത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് SFIയുടെ രീതിയിൽ വലിയ പ്രതിഷേധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേരള പോലീസ് കാഴ്ചവെക്കുന്നത്. അവർ ഞങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയിലേക്കാണ് നമുക്ക് കാണാൻ കഴിയും. വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. പല പോലീസുകാരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള സമീപനമാണ് SFI പ്രവർത്തകർക്കും SFIയുടെ വനിതാ സഖാക്കൾക്കും ഒക്കെ നേരിടേണ്ടി വന്നത്. ഇവർ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അടക്കമുള്ള മക്കൾക്കടക്കം വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഈ സമരം വിജയിച്ചു കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ നന്മകളൊക്കെ നൊട്ടി പിൻപറ്റേണ്ടവരാണ് ഈ പോലീസുകാരുടെ മക്കളും എന്നിവർ ഓർക്കേണ്ടതാണ്. ഇതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആലപ്പുഴ UMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് ഇപ്പോഴിതാ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ബാരിക്കേഡ് കൊണ്ട് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പക്ഷേ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ ഇപ്പോഴിതാ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ 300-400 വിദ്യാർത്ഥികളടക്കം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാങ്കേതികമായി നടക്കാത്തതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. നിലവിൽ ഈ സമരം സമാധാനപൂർവ്വമാണ്. വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മാത്രം മുഴക്കുകയാണ്. അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയിലുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നവരെ ഈ സമരം അല്ലെങ്കിൽ ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യുമെന്ന വലിയ നിലപാടിലാണ്. അങ്ങനെ വനിതകളടക്കമുള്ള പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രത്യേകതയുണ്ട്. 300-ലധികം വിദ്യാർത്ഥികളാണ് ആലപ്പുഴയിൽ നടക്കുന്ന ഈ SFI മാർച്ചിൽ പങ്കെടുക്കുന്നത്. റോഷ്നി, വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട്ടേക്ക് പോകാം. സിനോജ്, കോഴിക്കോട് സംഘർഷ സാഹചര്യമാണോ? അവിടെ എന്താണ് കാഴ്ച? നിലവിൽ പോലീസ് തുടക്കത്തിൽ 10 മിനിറ്റോളം ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. പോലീസ് ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ പ്രസംഗിക്കുന്നു. വിദ്യാർത്ഥികൾ ശാന്തരായി നിൽക്കുന്നു. ഏകദേശം 1 മണിക്കൂറോളം പ്രകടനമായി നഗരത്തിലൂടെ മാർച്ച് നടത്തിയ ശേഷമാണ് ഈ 3500ഓളം വരുന്ന SFI പ്രവർത്തകർ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് എത്തുന്നത്. പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു. രാവിലെ മുതൽ തന്നെ ബാരിക്കേഡ് കെട്ടി ഇവിടെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ പ്രകടനമായി എത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏകദേശം ഒരു 10 മിനിറ്റോളം തുടർച്ചയായിട്ട് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പക്ഷേ 3500-ലധികം വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ജലപീരങ്കി ഉപയോഗിച്ചില്ല. മറിച്ച് ബാരിക്കേഡിനടുത്ത് നിൽക്കുന്ന പ്രവർത്തകർക്കിടയിലേക്കാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. പക്ഷേ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയില്ല. ഒടുവിൽ 10 മിനിറ്റ് നേരത്തെ ജലപീരങ്കി പ്രയോഗം പോലീസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയെങ്കിലും ഇൻകം ടാക്സ് ഓഫീസിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് ശാന്തമായി സമരം പോകുന്നു. നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷ്നി,
അതാണ് ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ, ആ ബാനറിൽ കുറിച്ച പോലെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രതിഷേധമാണ്, ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധം, അത് ആ പ്രതിഷേധം വന്ന വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി മാത്രമല്ല ഭാവിക്ക് കൂടി വേണ്ടിയാണ്, ഭാവിയിലെ വിദ്യാർത്ഥികൾക്ക് കൂടി വേണ്ടിയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന്റെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നിപ്പോൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്.